അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരാള് ഒരു വീട് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡ്രീം കം ട്രൂ മൊമെന്റ്. അപ്പോ ഐ ആം എ പേഴ്സൺ ഹു ലവ്സ് ടു ബി എ പാർട്ട് ഓഫ് ദോസ് മൊമെന്റ്സ്. ഒരു റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷനിൽ ഒരു ലോയറിന്റെ ഇൻവോൾവ്മെന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രൈമറിലി ആ ഒരു ട്രാൻസാക്ഷന്റെ ഒരു ടൈപ്പ്, ഓക്കെ, അതുപോലെ തന്നെ ട്രാൻസാക്ഷന്റെ സ്റ്റേജും നോക്കിയിട്ടാണ്. നമ്മള് പറയില്ലേ താടിയുള്ളതിന് ഇപ്പൊ ലോയറുടെ ഓഫീസിൽ നിന്ന് ഒരു ഇമെയിൽ പോകുമ്പോൾ ആളുകളുടെ ഒരു ധാരണയാണ് അതിൽ കുറച്ചും കൂടി ഒരു പലപ്പോഴും നമ്മൾ ക്ലയന്റിനോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയും ഞാൻ ഫസ്റ്റ് ടൈം ഹോം ബയർ ആണ്. നമ്മൾ ചോദിക്കും നിങ്ങൾ ലോകത്തിൽ എവിടെയും ഇതിനു മുന്നേ വീട് ഓൺ ചെയ്തിട്ടില്ലേ? നാട്ടിൽ എനിക്ക് വീടുണ്ട്. അപ്പൊ ഒരു ഫസ്റ്റ് ടൈം ഹോം ബയർ ആണ്. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു കോണ്ടോ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായും റിവ്യൂ ചെയ്തിരിക്കും. അതുപോലെ ഒരു ന്യൂ ബിൽഡ് പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണെങ്കിൽ ബിൽഡർ എഗ്രിമെന്റ് റിവ്യൂ ചെയ്തിരിക്കും. ഒരു കോമയ്ക്ക് പോലും അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഒരു എഗ്രിമെന്റിനകത്തുണ്ട്. അപ്പം ഓർ സിമിലർ ചാർജസ്, ആ സിമിലർ എന്നുള്ള വേർഡിൽ തന്നെ അതിനകത്തൊരു വലിയൊരു ഒരു ഫൈനാൻഷ്യൽ ലയബിലിറ്റി ചിലപ്പോൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. ഹായ് എവരി വൺ, നമ്മളിപ്പം മല്ലൂർ റിയൽറ്ററിന്റെ 4-5 മന്ത്സോളം ആയി. ഇതുവരെ നമ്മൾ എന്റെ മാത്രം ഇൻഫർമേഷൻസ് ആണ് പൊതുവെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. കുറെ ആൾക്കാർക്ക് ഡൗട്ട്സ് ആണ് റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷനിൽ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു റിയൽറ്റർ കൂടാണ്ട് ഒരു ലോയർ, മോർഗേജ് അഡ്വൈസർ, ഇവരൊക്കെ നമ്മുടെ പാർട്ട് ഓഫ് ദ ഡീലാണ്. ഒരുപാട് ആൾക്കാർക്ക് ലീഗലി കുറെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ കാര്യങ്ങൾ എന്നെക്കാട്ടും ആധികാരികമായിട്ട് സംസാരിക്കാൻ വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ടൊറന്റോ റീജിയനിൽ ഒരുപാട് കാലമായിട്ട് മാർക്കറ്റിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന, ഒരുപാട് ഡീൽസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ലോയർ ആയിട്ടുള്ള ആഗ്നസിനെയാണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് അഡ്വക്കേറ്റ് ആഗ്നസ്. ഹായ്. Hi Sudan, thank you so much for this wonderful introduction and I'm very happy to be here with you today. ആഗ്നസ്, എന്തുകൊണ്ടാണ് റിയൽ എസ്റ്റേറ്റ് ലോ, ഹൗ ഡു യു ലൈക്ക് ഇറ്റ്? Why I like it? അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിക്കാം, why do you like it? I think we might have കോമൺ ആയിട്ടുള്ള ഒരു റീസൺ അല്ലെ ഫോർ ഡൂയിങ് റിയൽ എസ്റ്റേറ്റ്. ഇപ്പൊ നമ്മള് ബീയിങ് ഇമിഗ്രൻസ്, നമ്മൾ ഈ ഒരു രാജ്യത്തേക്ക് വരുമ്പോൾ we all have a lot of dreams. We all had a lot of dreams. പിന്നെ നമ്മുടെ ഒരു ജേർണി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് an easy journey, right? എല്ലാവരും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താണ് നമ്മുടെ ഒരു ലൈഫ് ഇവിടെ ബിൽഡ് ചെയ്യുന്നത്. സോ എവറിബഡി ഡ്രീം അബൌട്ട് ഹൗ യുവർ ലൈഫ് വാണ്ട് ടു ബി ഇൻ ദിസ്, ഹാസ് ടു ബി ഇൻ ദിസ് കൺട്രി. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരാള് ഒരു വീട് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡ്രീം കം ട്രൂ മൊമെന്റ്. അപ്പോ I am a person who loves to be a part of those moments. ഇങ്ങനെ ഒരാൾ ഒരുപാട് നാൾ കാത്തിരുന്ന് ഹാർഡ് വർക്ക് ചെയ്ത് ഡ്രീം ചെയ്ത് ഒരു കാര്യം അറ്റൈൻ ചെയ്യുമ്പോൾ അതിന്റെ ഒരു പാർട്ടാവുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് തിങ്. ഇപ്പൊ അല്ലാതെ ഒരു ക്രിമിനൽ ഒഫൻസിൽ ഒരാള് നമ്മളെ വിളിച്ചിട്ട് അതിന്റെ ഒരു പാർട്ട് ആവുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇറ്റ്സ് എ ഡിഫറെന്റ് ഫീലിംഗ്. അപ്പൊ അതുകൊണ്ട് ഫാമിലീസ് ആർ ഹാപ്പി, ഇൻഡിവിജ്വലി യു ഫീൽ ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ്, അങ്ങനെയൊക്കെ. അപ്പം ആ ഒരു ഫീൽ ചിലപ്പം എനിക്ക് ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് കാരണം നമുക്ക് എല്ലാവർക്കും ഈ രാജ്യത്തേക്ക് വരുമ്പോൾ നമുക്കൊരു എന്താ പറയാ, എല്ലാവർക്കും മാക്സിമം അലോ ചെയ്തിട്ടുള്ള ഒരു ലിമിറ്റ് ഓഫ് ലഗേജസുമായിട്ടാണ് നമ്മളിവിടെ വരുന്നത്, റൈറ്റ്? അവിടെ നിന്ന് എവ്രിബഡി സ്റ്റാർട്ട് ഫ്രം ദ സ്ക്രാച്ച് വിത്ത് ലോട്ട് ഓഫ് ഹാർഡ് വർക്ക്, വിത്ത് ലോട്ട് ഓഫ് എഫേർട്സ്, ഡ്രീംസ്, പിന്നെ സാക്രിഫൈസസ്. അപ്പോ അതെല്ലാം കഴിഞ്ഞ് ആ ഒരു ഡെഫിനറ്റ്ലി ആൻഡ് ആ ഒരു ജേർണി എന്നെ സംബന്ധിച്ച് എനിക്കത് ക്ലയൻസിന് ഒരു എൻജോയബിൾ ആയിട്ടുള്ള ഒരു ജേർണി ആവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്ട്രെസ്ഫുൾ, കാരണം മണി ഇൻവോൾവ് ചെയ്യുന്ന ഏതൊരു കാര്യവും ആളുകൾക്ക് സ്ട്രെസ്ഫുൾ ആണ്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്നതായിട്ടുള്ള ഇതുപോലെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസും അല്ലാതെയുള്ള സ്ട്രെസ്സസും ഒക്കെ ഒരു പരിധി വരെ നമുക്കത് തടയാൻ പറ്റില്ലെങ്കിൽ കൂടി I always advise my client, look at the larger picture of things. നിങ്ങൾ ഇപ്പം ഫോക്കസ് ചെയ്യുന്നത് വളരെ മൈനർ ആയിട്ടുള്ള ഒരു കാര്യത്തിലാണ്. വീട് വാങ്ങിക്കാൻ ആഗ്രഹിച്ചിട്ട് അത് സാധിക്കാത്ത എത്രയോ ആളുകളുണ്ട്. അപ്പം ഒരുപാട് ഫാക്ടേഴ്സ് ഒരുമിച്ച് വന്നാൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തമായിട്ട് ഒരു റിയൽ എസ്റ്റേറ്റ് അസറ്റ് ഇവിടെ ഓൺ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. അപ്പം അതിന്റെ ഒരു ഹാപ്പിനെസ്സിലായിരിക്കണം നമ്മുടെ ഫോക്കസ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ അതിന് എന്നെ സാധിക്കുന്ന എല്ലാ രീതിയിലുള്ള ലീഗൽ ആയിട്ടുള്ള സപ്പോർട്ടും
ഒരു കംഫർട്ടും കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം എന്റെ ട്രാൻസാക്ഷൻസിൽ ഒരിക്കലും ഞാൻ ഒരു കാര്യം പോലും ലാസ്റ്റ് ഡേയിലേക്ക് ഞാൻ വെക്കില്ല. എല്ലാം ഒരു 1 വീക്ക് മുന്നേ നമ്മൾ തീർക്കും. അപ്പൊ എന്നിട്ട് ഞാൻ ക്ലയൻസിനോട് പറയാറുള്ളതും ക്ലോസിംഗ് ഡേയിൽ നിങ്ങൾ ജോലിക്ക് പോക്കും, എല്ലാ കാര്യവും ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ജോലിക്ക് പോയി നിങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്കും നിങ്ങളുടെ വീട് റെഡി ആയിട്ടുണ്ടാവും. അപ്പൊ ഒരു 5 o'clock ആകുമ്പോഴത്തേക്കും അവർക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റുന്നല്ലേ. സോ ഐ വാണ്ട് ടു മേക്ക് ദ ജേർണി എ മെമ്മറബിൾ ജേർണി, എ ഹാപ്പി ജേർണി, ആൻഡ് ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. അങ്ങനെ അതാണ് എനിക്ക് റിയൽ എസ്റ്റേറ്റില് മറ്റുള്ള ഏരിയാസ് ഓഫ് പ്രാക്ടീസ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു എന്താ പറയാ ഇൻവോൾവ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന മറ്റ് ഏരിയാസ് ഓഫ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ കൂടി എന്നെ സംബന്ധിച്ച് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വെൻ ഐ call the clients and say congratulations and you have now become the owner of this house എന്ന് പറയുമ്പോൾ the response that I get from them, it gives me, it makes my day most of the day. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് റിയൽ എസ്റ്റേറ്റ് പ്രാക്ടീസ് അത്രത്തോളം ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് കൊടുക്കുന്ന ഒരു ടൈമും എൻ്റെ ഒരു ലീഗൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് നോളജ് അബൌട്ട് ദിസ് ഏരിയ ഓഫ് പ്രാക്ടീസ് ഐ ട്രൈ ടു മേക്ക് ഇറ്റ് ആസ് തറോ ആസ് പോസിബിൾ. കാരണം എന്റെ ഒരു വീഴ്ച കൊണ്ട് മറ്റൊരാൾക്ക് അതിലൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ളതുകൊണ്ട്. സോ ഐ ഗിവ് മൈ ടൈം, ഐ ഗിവ് മൈ 100% ഓഫ് സ്റ്റഡി ടൈം എല്ലാം ഫോർ ദിസ് ഏരിയ ഓഫ് പ്രാക്ടീസ് ദാൻ എനി അതർ ഏരിയാസ് ഓഫ് പ്രാക്ടീസ്. എല്ലാരും പറയുക പൈസ ഒരുപാട് റിയൽ എസ്റ്റേറ്റിൽ ഉണ്ടാക്കാം. നോ, ഐ ഡോണ്ട് തിങ്ക് സോ. ഐ മീൻ സം കൈൻഡ് ഓഫ് ഫീൽ ആണത്. ഒരു എന്താ പറയുന്ന ഒരു ഗ്രേറ്റ് ഫീലിംഗ് ആണ്. ആ ഫീലിംഗിന് വേണ്ടിയാണ് ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാവരും. ഒരു ഡീലൊക്കെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മള് ഒരാളുടെ കയ്യിൽ എന്താ പറയുന്ന താക്കോൽ വെച്ച് കൊടുക്കുന്ന മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ആണ് എനിക്ക് തോന്നുന്നത്. അത് മോസ്റ്റ്ലി ഇറ്റ്സ് ബിക്കോസ് വി ആർ ഓൾ ഓൺ അവർ ഓൺ, റൈറ്റ്? നമുക്ക് ഒരുപാട് സപ്പോർട്ട് സിസ്റ്റോ അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു ലോഡ് ആൾക്കാരുണ്ട്. നമുക്ക് പൈസക്ക് ആവശ്യമുണ്ടെങ്കിൽ ആരോടെങ്കിലും ചോദിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇവിടെ നമ്മളെല്ലാം നമ്മള് ഒരു സ്റ്റോൺ ബൈ സ്റ്റോൺ നമ്മൾ ബിൽഡ് ചെയ്തിട്ടാണ് നമ്മള് ഇവിടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം എനിക്ക് ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഐ ഫീൽ ഹാപ്പി ഫോർ എവരിബഡി ഓൾസോ. എന്താണ് ശരിക്കും ഒരു റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷനിൽ ഒരു ലോയറിന്റെ ആവശ്യം എന്നുള്ളത് ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും ഒരു റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷനിൽ ഒരു ലോയറിന്റെ ഇൻവോൾവ്മെന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രൈമറിലി ആ ഒരു ട്രാൻസാക്ഷന്റെ ഒരു ടൈപ്പ്, ഓക്കെ, അതുപോലെ തന്നെ ട്രാൻസാക്ഷന്റെ സ്റ്റേജും നോക്കിയിട്ടാണ്. ഇപ്പം ഒരു സാധാരണ നമ്മളിപ്പോ ഒരു റീസെയിൽ പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണെന്നിരിക്കട്ടെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ കണ്ടുവരുന്നത് നമ്മുടെ ഒരു ട്രാൻസാക്ഷൻ ഡീല് ഫേം ആയി കഴിഞ്ഞ ശേഷം ഏകദേശം മോർഗേജിന്റെ കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ ഓഫീസിൽ ഒരു ഫയൽ വരിക. പക്ഷെ ഇതിപ്പം ഈ റീസെയിൽ പ്രോപ്പർട്ടി തന്നെ ഇതിപ്പം ഒരു ബാങ്കിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ ആ ഒരു ഇനീഷ്യൽ ഓഫർ സ്റ്റേജിൽ തന്നെ നമ്മുടെ ഓഫീസിൽ ഈ ഒരു എഗ്രിമെന്റ് വരികയും നമ്മളത് റിവ്യൂ ചെയ്ത് ക്ലയന്റിനോട് അതിന്റെ വരുമാനങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു സാധാരണ ട്രാൻസാക്ഷനിൽ ഒരു ലോയറിന്റെ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് എഗ്രിമെന്റ് റിവ്യൂ ചെയ്യാം. കാരണം നിങ്ങളാണല്ലോ എഗ്രിമെന്റിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്, അതെല്ലാം ശരിയാണെന്നുള്ളത് നമ്മൾ നോക്കണമല്ലോ. കാരണം അല്ലെങ്കിൽ ഡീല് ഫേം ആയി കഴിഞ്ഞ ശേഷം ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജിൽ നമ്മൾ അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നിങ്ങളുടെ ക്ലയന്റിന്റെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത്. അപ്പം ആ ആവശ്യങ്ങളൊക്കെ ഒരു ഡീലില് ഒരു കോൺട്രാക്ച്വൽ ഫോമിൽ അത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും, പിന്നെ എന്തെങ്കിലും പ്രത്യേകതകളുള്ള പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് അഡീഷണലി എന്തെങ്കിലും ഇൻപുട്സ് വേണമെന്നുള്ളതും നമ്മൾ ആ ഒരു സ്റ്റേജിൽ നോക്കുകയും പിന്നീട് ഒരു ഡീല് ഫേം ആയി കഴിഞ്ഞ ശേഷം ട്രാൻസാക്ഷൻ കുറച്ച് അഡ്വാൻസ് ആയി കഴിഞ്ഞ ശേഷം ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള ഡോക്യുമെന്റേഷൻസും പേപ്പർ വർക്ക്സ് ഒക്കെ ലോയറുടെ ഓഫീസിലേക്കാണ് വരിക. കാരണം നമ്മളാണ് ബാങ്കിനെയും കൂടി റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ക്ലോസിംഗ് ഡേയിൽ ബാങ്കിന്റെ ഫണ്ട് നമ്മുടെ ഓഫീസിലേക്കാണ് വരിക. നമ്മളാണ് ബാങ്കിന്റെ മോർഗേജ് രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ടൈറ്റിൽ സെർച്ച്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന സമയത്ത് ഫ്യൂച്ചറിൽ ക്ലയന്റിന് ഒരു ഇംപ്ലിക്കേഷൻസ് ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് ഒരു ലോയർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അതായത് ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓണറിന് എന്തൊക്കെ മോർഗേജ് ഉണ്ട് ടൈറ്റിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈറ്റിൽ ഡിഫക്ട്സ് ഉണ്ടോ, വേറെ ലീൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രോപ്പർട്ടിയിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നീട് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ അത് ക്ലയന്റിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് ടൈറ്റിൽ സെർച്ച് എന്ന് പറയുന്നത്. ഈ ടൈറ്റിൽ സെർച്ചിനാണെങ്കിലും നമുക്ക് ലാസ്റ്റ് ഡേ വരെ ഇത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇതിനൊരു പെർട്ടിക്കുലർ ഡേറ്റ് ഉണ്ട്. അപ്പൊ ആ ഒരു ഡേറ്റിന് മുന്നേ തന്നെ 1 വീക്ക്, നമ്മൾ എപ്പോഴും 1 വീക്കാണ് നിങ്ങൾ തരുന്ന എഗ്രിമെന്റിൽ ഉള്ളതെങ്കിൽ കൂടി നമ്മുടെ ഓഫീസിൽ അതിനൊരു 2 വീക്സ് മുന്നേ ആണ് നമ്മൾ കൊടുക്കാറുള്ളത്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഇൻഡെപ്ത് ആയിട്ട് പോകേണ്ട ഒരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടൈം പീരീഡ് വേണം. കാരണം എല്ലാ ഇൻഫർമേഷനും ചിലപ്പം സെല്ലറുടെ കയ്യിൽ റെഡിമെയ്ഡ് ആയിട്ട് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല.
അത് ചിലപ്പോൾ നമ്മൾ സിറ്റിയിൽ അന്വേഷിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ കോൺടാക്ട് ചെയ്യേണ്ടതായിട്ട് വരും, യൂട്ടിലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ കോൺടാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കുറച്ച് തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാം ലാസ്റ്റ് മിനിറ്റിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ അതിനനുസരിച്ച് കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ആ ഒരു സെർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ലോയർ ചെയ്യുന്നത്. പിന്നീട് ഒരു ട്രാൻസാക്ഷനിൽ വരാൻ ചാൻസസ് ഉള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ. ഇപ്പം സെല്ലർ പല കാര്യങ്ങളും എഗ്രി ചെയ്തിട്ട് അത് സമയത്തേക്ക് അത് റെഡി ആക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പൊ ബയറിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ചിലപ്പം ക്ലോസിംഗ് സമയത്തേക്ക് ഫണ്ട് റെഡി ആയിട്ടില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉള്ളപ്പം സാധാരണ ഇതിൽ ലോയേഴ്സ് തമ്മിലാണ് കമ്മ്യൂണിക്കേഷൻസ് നടത്തി അതൊക്കെ ക്ലിയർ ചെയ്ത് ഒരു ട്രാൻസാക്ഷൻ ഏറ്റവും സേഫ് ആയിട്ട് രജിസ്ട്രേഷൻ സ്റ്റേജിലേക്ക് എത്തിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം ചിലപ്പം മേ ബി സെല്ലേഴ്സ് പ്രോമിസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡാമേജസോ കാര്യങ്ങളോ അവര് റിപ്പയർ ചെയ്യാണ്ടിരിക്കുക, അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും തമ്മിലാണ് ഡീൽ ചെയ്യുക. കറക്റ്റ്, അത് തന്നെ. ലോയേഴ്സ് തമ്മിൽ ഡീൽ ചെയ്യാന്ന് പറയുന്നത് ഇനീഷ്യലി ഇപ്പം ഏജൻസിനാണ് എപ്പോഴും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോൺടാക്ട് സെല്ലറും അല്ലെങ്കിൽ സെല്ലറുടെ ഭാഗമായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് സാധാരണ ഇതിൽ നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് ഏജൻസ് തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് നിങ്ങൾക്ക് അവരോട് ഇൻഫോർമലി റിക്വസ്റ്റ് ചെയ്യാം. പക്ഷെ ചിലപ്പോഴെങ്കിലും അതിലൊരു പുഷ് ബാക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവാറില്ല. ആ സമയത്താണ് സാധാരണ ഇതിൽ അത് ലോയേഴ്സിന്റെ അടുത്ത് വരിക. ബിക്കോസ് വി ഗോ സ്ട്രിക്ട്ലി ബൈ ദ കോൺട്രാക്ട്, റൈറ്റ്? അപ്പോൾ നമ്മൾ എഗ്രിമെന്റിനകത്ത് എന്താണുള്ളത് അപ്പൊ അത് ഡെലിവറി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്ലോസിംഗ് സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന ഇംപ്ലിക്കേഷൻസ് എന്താണെന്നുള്ളത് അവരോട് ഡീറ്റെയിൽ ആയിട്ട് പറയും. അതിനനുസരിച്ച് അവരത് ആ ഒരു സമയത്തേക്ക് അഡ്രസ് ചെയ്യുകയും ചെയ്യും. നമ്മള് പറയില്ലേ, താടിയുള്ളതിന് അത്രയും പേടിയുള്ളൂ. ലോയറുടെ ഓഫീസിൽ നിന്ന് ഒരു ഇമെയിൽ പോകുമ്പോൾ ആളുകളുടെ ഒരു ധാരണയാണ് അതിന് കുറച്ചും കൂടി ഒരു 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 റിസൾട്ട് പെട്ടെന്ന് കിട്ടും എന്നുള്ളത്. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു സ്റ്റേജിലും ഇൻവോൾവ് ചെയ്യാറുണ്ട്. പിന്നെ ക്ലോസിംഗ് സമയത്ത് ലോയേഴ്സ് ആണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് പറഞ്ഞതുപോലെ പലർക്കും സ്റ്റെപ്പ് ഇൻ ചെയ്ത് ചെയ്യാൻ പറ്റുമെങ്കിലും രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നത് ലോയറിന് മാത്രമാണ്. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതും രജിസ്റ്റർ ചെയ്യുന്നതും എല്ലാം ലോയേഴ്സ്. ഇതൊക്കെയാണ് ഒരു ട്രാൻസാക്ഷനിൽ ഒരു ലോയർ ഇൻവോൾവ് ചെയ്യുന്നത്. പക്ഷെ പറഞ്ഞതുപോലെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ചാണ് ഒരു ലോയറിന്റെ ഇൻവോൾവ്മെന്റ് എപ്പം വേണം എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇപ്പൊ ഒരു സെല്ലേഴ്സ് മാർക്കറ്റ് ആണെങ്കിൽ ഈ പറഞ്ഞ ഇനീഷ്യൽ സ്റ്റേജിലുള്ള റിവ്യൂ ഒന്നും ചിലപ്പം ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടിയെന്ന് വരില്ലായിരിക്കും. കാരണം നമ്മളിപ്പം ഒരു റിവ്യൂവിന് പോകുമ്പോൾ അതേസമയത്ത് ഒരു റിവ്യൂ ഇല്ലാതെ ആ പ്രോപ്പർട്ടി വാങ്ങാൻ റെഡി ആയിട്ടുള്ള വേറൊരു ബയർ ഉണ്ടാവുമായിരിക്കും. അപ്പൊ അത് പക്ഷെ നമ്മളൊരു ബയറിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള അഡീഷണൽ ആയിട്ടുള്ള ഡ്യൂ ഡിലിജൻസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് ഉണ്ടാകാവുന്ന ചാലഞ്ചസ് മുന്നേ കൂട്ടി മനസ്സിലാക്കി ആ ഒരു റിസ്ക് ആണ് എടുക്കുന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ഒരു ട്രാൻസാക്ഷൻ ഇത്തരത്തിലുള്ള റിവ്യൂ ഒന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു കോണ്ടോ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായും റിവ്യൂ ചെയ്തിരിക്കും. അതുപോലെ ഒരു ന്യൂ ബിൽഡ് പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണെങ്കിൽ ബിൽഡർ എഗ്രിമെന്റ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു വീടാണ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത്, അതായിരിക്കും വരുന്ന ടേംസ് മീൻസ് അറ്റ്ലീസ്റ്റ് അതിലാണ് നമുക്ക് റിലേ ചെയ്യാൻ പിന്നെ പറ്റത്തുള്ളൂ. ലോയറിലേക്ക് പോയി കഴിഞ്ഞാൽ ആകെ നമുക്കുള്ള പിടിവള്ളി ഈ വെച്ചേക്കുന്ന എഗ്രിമെന്റ് ആണ്. അത് പലപ്പോഴും ബിൽഡർ പ്രിപ്പയർ ചെയ്യുന്നത് അവരെ ഫേവർ ചെയ്തുകൊണ്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. കാരണം ഇപ്പൊ എങ്ങനെ ഇപ്പൊ കോവിഡ് പോലത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെന്ന് ഇരിക്കട്ടെ, അപ്പൊ അവർക്ക് സമയത്ത് ഒരു പ്രോപ്പർട്ടി ബിൽഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കാത്തതായിട്ട് അപ്പൊ അതുകൊണ്ട് ആ ഒരു സമയത്ത് ഒരിക്കലും ബയറിന് അവരുടെ ഡെപ്പോസിറ്റ് തിരിച്ചു വാങ്ങി ഡീലിൽ നിന്ന് വാക്കൗട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. അപ്പോ അതിനെ അഡ്രസ് ചെയ്തുകൊണ്ടായിരിക്കും അവരവരുടെ ടേംസ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയുന്ന ക്ലോസിംഗ് ഡേറ്റ് ഒരു പെർട്ടിക്കുലർ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കാം. പക്ഷെ എങ്കിൽ കൂടി ആ സമയത്തേക്ക് ഈ പ്രോപ്പർട്ടി റെഡി ആയില്ലെങ്കിൽ ഒരു 2 വർഷം കൂടി ഇവർ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് എഗ്രിമെന്റിനകത്ത് അവർ എഴുതി വെക്കുക. അപ്പൊ ആ ഒരു കാര്യങ്ങൾ നമ്മൾ അറ്റ്ലീസ്റ്റ് പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പോ പിന്നെ അതുപോലെ കഴിഞ്ഞ ദിവസം എനിക്ക് ഓഫീസിൽ ഒരു എഗ്രിമെന്റ് വന്നു. അപ്പൊ അതിനകത്ത് ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെ ആണ് എന്ന് പറഞ്ഞ ഒരു എഗ്രിമെന്റ് ആയിരുന്നു. അപ്പൊ അതിനകത്ത് ചെറിയൊരു ക്ലോസ് എഴുതിയിട്ടുണ്ട്, എന്തെങ്കിലും ലെവീസ്, ഫീസസ്, ടാക്സസ് ഇതിലൊക്കെ എന്തെങ്കിലും ഇൻക്രീസ് ഉണ്ടാകുവാണെങ്കിൽ അത് ബയറുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. അപ്പം അതെന്ന് പറയുന്നത് ക്ലോസിംഗ് സമയത്ത് ഒരു ക്ലയന്റിനെ സംബന്ധിച്ച് ഒരു $10,000-$10,000 അഡീഷണലി വരാൻ ചാൻസ് ഉള്ള ഒരു പലരും അവരുടെ മാക്സിമം പുൾ ഔട്ട് ചെയ്തിട്ടായിരിക്കും ഡൗൺ പേയ്മെന്റ് ഇട്ട് ഒരു വീട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അതിന്റെ മുകളിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇങ്ങനെ ഒരു എക്സ്പെൻസ് വരുമ്പോഴത്തേക്കും പലർക്കും താങ്ങാൻ പറ്റാത്തതിന് മുകളിലേക്കാണ് പോകുന്നത്. ഡെഫിനറ്റ്ലി. അപ്പം അത് നമ്മൾ ആദ്യമേ തന്നെ നമ്മളത് മനസ്സിലാക്കി എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ ഈ പറയുന്ന ഇങ്ങനെ ഒരു പ്രീ കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ
it will be more beneficial if we can review the agreement with the lawyer before we signing it. ഡെഫിനറ്റ്ലി അത് അബ്സല്യൂട്ട്ലി അത് ചെയ്തിരിക്കണം. നമുക്ക് അറിയായിരിക്കും ഒരു പക്ഷെ ഒരാൾ വായിക്കുന്ന സമയത്ത് ഇതിനകത്ത് എന്താണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇതിന് പിന്നിലുള്ള ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് റെഗുലേഷൻസും ലോസും അറിയാവുന്ന ഒരു ലോയറിനാണ് ഈ എഴുതി വെച്ചിരിക്കുന്നതിൽ അപ്പുറത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കും എന്ന് പറയുന്നത്. അപ്പൊ ഒരു കോമയ്ക്ക് പോലും അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഒരു എഗ്രിമെന്റിനകത്തുണ്ട്. അപ്പം ഓർ സിമിലർ ചാർജസ്, ആ സിമിലർ എന്നുള്ള വേർഡിൽ തന്നെ അതിനകത്ത് ഒരു വലിയൊരു ഫൈനാൻഷ്യൽ ലയബിലിറ്റി ചിലപ്പോൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസിൽ ക്ലയൻസ് അനുഭവിച്ചിട്ടുള്ളതായിട്ടുള്ള ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് വെച്ചിട്ട് നമുക്കൊരു ക്ലയന്റിനെ കുറച്ച് പ്രോപ്പറായിട്ട് നമുക്ക് അഡ്വൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ ഒരു എഗ്രിമെന്റ് റിവ്യൂ നടക്കുന്ന സ്റ്റേജിൽ. ഇപ്പൊ ഇത് നമ്മൾ സംസാരിച്ചപ്പം ഒരു സ്റ്റാറ്റസ് സർട്ടിഫിക്കറ്റ്, കോണ്ടോയിന്റെ സ്റ്റാറ്റസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സാധനം, അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ട് എന്താണ് ഈ സ്റ്റാറ്റസ് സർട്ടിഫിക്കറ്റ് എന്നുള്ളതൊന്ന് വ്യൂസിന് വേണ്ടിയിട്ട്. ഡെഫിനറ്റ്ലി സ്റ്റാറ്റസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ കോണ്ടോ കോർപ്പറേഷന്റെ മാനേജ്മെന്റ് നടത്തുന്നത് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അപ്പോ ഈ കോർപ്പറേറ്റ് എൻറ്റിറ്റിയുടെ ഈ കോണ്ടോ മാനേജ്മെന്റ് നടക്കുന്നത് അവരാണ് അതിന്റെ ഒരു നടത്തിപ്പ് നടത്തുന്നതെങ്കിൽ കൂടി ഇതിന്റെ കോൺട്രിബ്യൂഷൻസും അതിന്റെ ഒരു സപ്പോർട്ടിംഗ് മെക്കാനിസം എന്ന് പറയുന്നതെല്ലാം ഈ യൂണിറ്റ് ഓണേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഓരോ യൂണിറ്റ് ഓണേഴ്സിനും അവരുടേതായിട്ടുള്ള ഒരു മന്ത്ലി കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടാണ്. ഇപ്പം കോണ്ടോ ഒരു കോമൺ ആയിട്ടുള്ള ഒരുപാട് ഏരിയാസ് ഉണ്ടാവുമല്ലോ, അതായത് കോമൺ എലമെന്റ്സ് ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ മെയിൻ്റെനൻസ്, റിപ്പയർ വർക്ക്സ്, പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്. അപ്പം ഇവർക്ക് എല്ലാവർക്കും പൈസ കൊടുക്കുന്നത് എല്ലാ മാസവും അതിന്റെ ഒരു നടത്തിപ്പിലേക്കുള്ള പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ കോണ്ടോ നമ്മൾ ഒരു ഓണർ കൊടുക്കുന്നതായിട്ടുള്ള മന്ത്ലി കോമൺ എക്സ്പെൻസ് ആണ്. അപ്പോ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഒരു കോണ്ടോ മാനേജ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലും നമുക്ക് ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഈ കോർപ്പറേഷനെതിരെ വരാനുള്ള ചാൻസസും കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം കോണ്ടോ എന്തെങ്കിലും രീതിയിലുള്ള റിപ്പയർ വർക്ക്സോ മെയിൻ്റെനൻസോ ചെയ്യാത്തതുകൊണ്ട് ഒരു യൂണിറ്റ് ഓണർ കോണ്ടോയ്ക്കെതിരെ ഒരു കേസിന് പോവുകയാണെന്നിരിക്കട്ടെ, ഒരു 200,000 അല്ലെങ്കിൽ 300,000 ഒരു കേസാണ് കോണ്ടോ മാനേജ്മെന്റിനെതിരെയുള്ളതെങ്കിൽ ആ കേസിനെ അഡ്രസ് ചെയ്യേണ്ട പൈസ കോണ്ടോ എടുക്കുന്നതും ഈ ആളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കോമൺ എലമെന്റ്സ് എന്നാണ്. അപ്പോൾ നമ്മളൊരു കോണ്ടോ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അപ്പം കോണ്ടോയുടെ ഒരു റിക്വയർമെന്റ് ആണ് ഈ സ്റ്റേറ്റസ് സർട്ടിഫിക്കറ്റിനകത്ത് അപ്പോഴത്തെ ആ ഒരു യൂണിറ്റിന്റെ ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ജനറലി ഒരു പുതിയൊരാള് ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള എല്ലാ ഡിസ്ക്ലോഷേഴ്സും ചെയ്യാന്നുള്ളത്. ഓക്കെ, കോണ്ടോയുടെ ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സ്റ്റേറ്റസ് എങ്ങനെയാണ്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫണ്ട് റിസർവ് അവർക്കുണ്ടോ, പിന്നെ ഇമ്മീഡിയറ്റ്ലി കോമൺ എക്സ്പെൻസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള പ്ലാൻസ് കോണ്ടോയ്ക്കുണ്ടോ, എന്തെങ്കിലും ഓൺഗോയിങ് ആയിട്ടുള്ള ലിറ്റിഗേഷൻസ് ഉണ്ടോ. അപ്പൊ ഇതറിയാതെ നമ്മൾ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഒരു കോണ്ടോ വാങ്ങിച്ചു കഴിയുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത് നമ്മൾ ഓണർ ആയി കഴിഞ്ഞ ശേഷം ഒരു വർഷം കഴിയുമ്പോൾ ഇപ്പൊ ഒരു മില്യന്റെ ഒരു ലയബിലിറ്റി കോണ്ടോയ്ക്ക് ഉണ്ടെങ്കിൽ ഒരു 100 യൂണിറ്റ് മാത്രമാണ് ആ കോണ്ടോയിലുള്ളതെങ്കിൽ ആ 1 million ഡിവൈഡഡ് ബൈ 100 അതായിരിക്കും ഒരു യൂണിറ്റ് ഓണറിന്റെ ലയബിലിറ്റി. ഇതിനെ സാധാരണ രീതിയിൽ സ്പെഷ്യൽ അസസ്മെന്റ്സ് എന്ന് പറയും. അതായത് നമ്മൾ പേ ചെയ്യുന്ന എല്ലാ മാസവും പേ ചെയ്യുന്ന മന്ത്ലി പേയ്മെന്റിന് അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഇൻ അഡീഷൻ ടു ദാറ്റ് ഒരു ബൾക്ക് എമൗണ്ട് ഇതിലേക്കും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട്. സാധാരണ ഒരു ഹോം ഓണറിനെ സംബന്ധിച്ച് പെട്ടെന്ന് ഒരു $10,000 കോണ്ടോ മാനേജ്മെന്റിന് ഒരു ലിറ്റിഗേഷന് വേണ്ടി കൊടുക്കാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സ്റ്റേറ്റസ് സർട്ടിഫിക്കറ്റിനകത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളും ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം പണ്ട് ഞാൻ കണ്ട ഒരു കോണ്ടോയില് റെസ്ട്രിക്ഷൻസ്, ഒരു വീട്ടില് 3 പേരിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള റെഗുലേഷൻസ് പോലും കോണ്ടോയ്ക്ക് സ്റ്റേറ്റസ് സർട്ടിഫിക്കറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു 4 പേരുള്ള ഒരു ഫാമിലി ആണെങ്കിൽ ഈ റെസ്ട്രിക്ഷൻ ഉള്ള ഒരു കോണ്ടോ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടാവുമല്ലോ. തീർച്ചയായിട്ടും. അതുപോലെ പെറ്റ്സിന്റെ കാര്യം, വീട് മേടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇത്ര പേരെ പറ്റുള്ളൂ എന്ന് പറയുന്നത് നമുക്ക് എക്സാക്ട്ലി. പിന്നെ അതുപോലെ തന്നെ പെറ്റ്സിന്റെ കാര്യത്തിൽ ഇപ്പം പെറ്റ് ലവേഴ്സ് ആയിട്ടുള്ള ഒരു ഫാമിലി ആണെങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്ക് ദേ ഹാവ് ടു പാർട്ട് വിത്ത് ദ പെറ്റ്സ്, റൈറ്റ്? അപ്പൊ അങ്ങനെ നമ്മളുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള റിക്വയർമെന്റ്സിനനുസരിച്ച് നമുക്ക് ഈ ഒരു കോണ്ടോ വാങ്ങിച്ചു കഴിയുകയാണെങ്കിൽ നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ സ്റ്റേറ്റസ് സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ നോൺ സ്മോക്കിംഗ് കോണ്ടോസ്, അപ്പം അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരാളെ സംബന്ധിച്ച് ചിലപ്പോൾ നന്നാവാൻ അതൊരു കാരണമാവുമായിരിക്കും. പക്ഷെ എങ്കിൽ കൂടി എനിക്ക് തോന്നുന്നു അത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ഒരു കോണ്ടോ വാങ്ങിക്കുന്നതോടെ അയാൾക്ക് നല്ല രീതിയിൽ ഫ്രസ്ട്രേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സ്റ്റാറ്റസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് കോണ്ടോമിനിയം പർച്ചേസിൽ
മസ്റ്റാണ്. അതായത് അതും എനിക്ക് തോന്നുന്നത് ഈവൻ ഓഫർ ഫേം ആവുന്നതിന് മുന്നേ റിവ്യൂ ചെയ്തിട്ടായിരിക്കണം ഓഫർ വാലിഡ് ആവാൻ പാടുള്ളൂ. പലപ്പോഴും സെബിന് അറിയാവുന്നതുപോലെ മാർക്കറ്റ് സിറ്റുവേഷൻസ് വെച്ചിട്ട് അതെപ്പോഴും പോസിബിൾ ആണ് നിർബന്ധമില്ല. കാരണം ഇപ്പൊ 2 ബയേഴ്സ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഈ സ്റ്റേറ്റസ് സർട്ടിഫിക്കറ്റ് റിവ്യൂ ചെയ്യണ്ട, അയാൾക്ക് എന്തായാലും കുഴപ്പമില്ല, ഈസ് വില്ലിംഗ് ടു ബൈ ഇറ്റ്. വേറെ ഓൺ ദി അതർ ഹാൻഡ് ഇപ്പം നിങ്ങൾ പ്രസന്റ് ചെയ്യുന്ന ബയറിനെ സംബന്ധിച്ച് ഈ സ്റ്റേറ്റസ് സർട്ടിഫിക്കറ്റ് റിവ്യൂ വേണമെങ്കിൽ സെല്ലറിന്റെ സേഫ് സൈഡ് എപ്പോഴും ഈ റിവ്യൂ ഇല്ലാത്ത ഒരാളുടെ കൂടെ പോവാന്നുള്ളതാണ്. അപ്പോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരുപക്ഷെ അവരൊരു റിവ്യൂ പീരീഡിന് വെയിറ്റ് ചെയ്യാത്ത ഒരു സെല്ലർ ആണെങ്കിൽ മിനിമം ഒരു സ്റ്റേറ്റസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഓഫർ ഇടുന്നതിന് മുന്നേ പരിചയമുള്ള ഒരു ലോയറുടെ അടുത്ത് ഒരു കണ്ടീഷൻ ആയിട്ട് അല്ലെങ്കിൽ കൂടി ജസ്റ്റ് ഒന്നും കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നുള്ള ഒരു അവർക്കൊരു ജനറൽ ധാരണ ഉണ്ടാവും. ഇന്ന കോണ്ടോമിനിയം ഇന്നതാണ് അവിടുത്തെ റൂൾസ് എന്നുള്ള ഒരു ജനറൽ ധാരണ ലോയേഴ്സിന് ഉണ്ടെങ്കിൽ നമ്മളൊരു ഇൻഫോം ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നമുക്കത് ഓഫർ ഇടണോ വേണ്ടോന്നെങ്കിലും ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഞാൻ സാധാരണ വർക്ക് ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് ഏജൻസ് അങ്ങനെ ഏർജന്റ് ബേസിസിൽ ഇപ്പോൾ ഒരു ദിവസം വൈകുന്നേരം 7 മണിക്ക് 8 മണിക്കൊക്കെ വിളിച്ചിട്ട് ഇന്ന് ഇടേണ്ടതാണ്, ഒന്ന് പെട്ടെന്ന് നോക്കാവുന്നിരിക്കും. ഐ യൂസ് ടു സപ്പോർട്ട് ദാറ്റ് ബിക്കോസ് കാരണം അവരെ സംബന്ധിച്ച് ആ ഡീൽ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം സ്റ്റേറ്റസ് സർട്ടിഫിക്കറ്റിന് ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ക്ലയന്റിന് അത് പിന്നീട് പ്രോബ്ലംസ് ഉണ്ടാവുകയും ചെയ്യും. വി സ്റ്റെപ്പ് ഇൻ അറ്റ് ദാറ്റ് സ്റ്റേജ് ഓൾസോ. Can you please explain a little bit about your background? Oh, for sure. Yeah. Okay, so I did my bachelor's and master's in law from National Law Schools of India. അപ്പോൾ അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് PhD യോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഒരു ലൈസൻസിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു 5 വർഷത്തോളമായി ഞാൻ റിയൽ എസ്റ്റേറ്റ് ലോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 4000-ഓളം ട്രാൻസാക്ഷൻസ് ഞാൻ ഈ ഒരു 5 ഇയേഴ്സിനുള്ളിൽ ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് 3 ഓഫീസസ് ആണുള്ളത്, സ്കാർബ്രോ, ബ്രാംപ്ടൺ ആൻഡ് വാൺ. പിന്നെ റിയൽ എസ്റ്റേറ്റ് കൂടാതെ റിയൽ എസ്റ്റേറ്റ് ആണ് എൻ്റെ ഒരു പ്രൈമറി ഏരിയ ഓഫ് പ്രാക്ടീസ്. പിന്നെ ഇതല്ലാതെ ബിസിനസ് ലോ, ഫാമിലി ലോ, വിൽസൺ എസ്റ്റേറ്റ്സ് ഇതൊക്കെയാണ് മറ്റ് ഏരിയാസ് ഓഫ് പ്രാക്ടീസ്. പിന്നെ ഞാൻ കുറച്ച് റിയൽ എസ്റ്റേറ്റ് ലിറ്റിഗേഷനും ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. നമ്മളൊരു റെസിഡൻഷ്യൽ ട്രാൻസാക്ഷൻ, അപ്പം നമുക്കൊരു റെസിഡൻഷ്യൽ ട്രാൻസാക്ഷൻ ആണ് ഉള്ളതെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എസെൻഷ്യൽ ലീഗൽ ഡോക്യുമെന്റ്സ് എന്ന് പറയുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ റിവ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റ്സ് എന്തൊക്കെയായിരിക്കും ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ? ബേസിക് ആയിട്ട് എഗ്രിമെന്റ് ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ ആണ് ഒരു ട്രാൻസാക്ഷൻ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത സ്റ്റേറ്റസ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, അതൊരു കോണ്ടോ ആണെങ്കിൽ സ്റ്റേറ്റസ് സർട്ടിഫിക്കറ്റ് ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്. പിന്നെ ഇതല്ലാതെ നമ്മൾ സോണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സെർച്ചസ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഡോക്യുമെന്റ്സും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. സോണിംഗ് പെർമിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതാണ് ഒരു റിവ്യൂ സ്റ്റേജിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്. പിന്നീട് അതുപോലെ ലീസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോൺട്രാക്ട് ഇൻവോൾവ് ആണെങ്കിൽ, ഡ്യൂപ്ലെക്സ് ഒക്കെ ആണെങ്കിലാണോ? അതായത് ലീസ് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ ടെനന്റ് ഉള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ, ഇപ്പം പുതിയൊരു ഇൻവെസ്റ്റർ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണ്, അപ്പൊ അവർ ആ ടെനൻസിനെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നിരിക്കട്ടെ. അപ്പം ആ സമയത്ത് എക്സിസ്റ്റിംഗ് ലീസ് ടേംസ് എന്താണെന്നുള്ളത് അവർ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് അവർക്ക് പുതിയ ടെനൻസിനെ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ആ ടേംസിൽ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം റെന്റൽ ടേംസ് ആർ ഇമ്പോർട്ടന്റ്. ഇപ്പൊ നമ്മൾ ഇതുപോലെ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഇഫ് യു ആർ കണ്ടിന്യൂയിങ് വിത്ത് ദ ടെനൻസ്. അപ്പോ പ്രിലിമിനറി സ്റ്റേജ്, പിന്നെ ഡിപ്പെൻഡിങ് അഗൈൻ ഓൺ ദ നേച്ചർ ഓഫ് ദ പ്രോപ്പർട്ടി. ഇപ്പം ഒരു റൂറൽ ഏരിയയിലുള്ള ഒരു പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഹാവ് വാട്ടർ സർട്ടിഫിക്കറ്റ്. അവിടെ മുനിസിപ്പൽ വാട്ടർ ആയിരിക്കില്ലല്ലോ, അവിടെ വെൽ വാട്ടർ ആയിരിക്കും. അതുപോലെ തന്നെ സെപ്റ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ. അപ്പൊ അതൊക്കെ ആ ഒരു ട്രാൻസാക്ഷന്റെ ഒരു നേച്ചർ അനുസരിച്ച് ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. എല്ലാവർക്കും ഇപ്പൊ വീട് മേടിക്കാൻ ഇപ്പൊ ഫസ്റ്റ് ടൈം ഹോം ബയേഴ്സിന് ഏറ്റവും കൂടുതലുള്ള ഡൗട്ടാണ് എന്താണ് ഡൗൺ പേയ്മെന്റ് ഇടുന്നത് കൂടാണ്ട് വേറെ എന്തൊക്കെ എക്സ്പെൻസ് ആണ് അവർ കണക്ക് കൂട്ടുന്നത് ഫ്രം ലീഗൽ സൈഡ്. അതായത് ക്ലോസിംഗ് കോസ്റ്റ് ആയിട്ട് കണക്ക് കൂട്ടുന്ന എത്ര എമൗണ്ട് ഒക്കെ വരുമായിരിക്കും. ലെറ്റ്സ് നമ്മളൊരു $800,000 വീടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു ആവറേജ് ഏകദേശം എത്രയൊക്കെ നമ്മൾ ക്ലോസിംഗ് കോസ്റ്റിന് വേണ്ടി കണക്ക് കൂട്ടണമായിരിക്കും? ഓക്കെ, അപ്പോ ക്ലോസിംഗ് കോസ്റ്റില് സാധാരണ ഏരിയയിൽ ഇൻവോൾവ് ചെയ്യുന്ന കുറച്ച് കമ്പോണൻസ് ഉണ്ട്, ഞാനത് പറയാം. ആദ്യത്തേതെന്ന് പറയുന്നത് ലാൻഡ് ട്രാൻസ്ഫർ ടാക്സ്. ലാൻഡ് ട്രാൻസ്ഫർ ടാക്സ് ഇസ് ബേസ്ഡ് ഓൺ ദ പർച്ചേസ് പ്രൈസ് ഓഫ് ദ പ്രോപ്പർട്ടി. ഓക്കെ, പിന്നെ രണ്ടാമതായിട്ട് വരുന്നതാണ് ടൈറ്റിൽ ഇൻഷുറൻസ്. അതും പർച്ചേസ് പ്രൈസ് ഓഫ് ദ പ്രോപ്പർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു എമൗണ്ട് ആണ്. പിന്നെ ഉള്ളത് ലീഗൽ ഫീസ് ആണ്. ഓക്കെ, പിന്നെ ഉള്ളത് ലാൻഡ് രജിസ്ട്രി ഓഫീസിൽ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുള്ള കോസ്റ്റും. സോ പിന്നെ ഇതിനെല്ലാത്തിനും ലീഗൽ ഫീസിനാണെങ്കിലും ലാൻഡ് രജിസ്ട്രിയിൽ പേ ചെയ്യേണ്ടതിനാണെങ്കിലും നമ്മൾ ഡിസ്ബേഴ്സ്മെന്റ്സിനാണെങ്കിലും ദർ വിൽ ബി ടാക്സസ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ്. അപ്പോൾ സേഫ് ആയിട്ട് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ വുഡ് തിങ്ക് 1.5% ഓഫ് ദ പർച്ചേസ് പ്രൈസ് ടു 2% ഓഫ് ദ പർച്ചേസ് പ്രൈസ് അതായിരിക്കണം ഒരാള് ക്ലോസിംഗ് കോസ്റ്റിലേക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന പൈസ.
പിന്നെ ഇതിനകത്താണെങ്കിലും ആളുകൾ വളരെ എന്താ പറയാ ഒരു പിക്കി ആയിട്ട് $100 $200 അങ്ങനെയുള്ള രീതിയിലുള്ള കമ്പാരിസൺസ് ചെയ്തിട്ടാണ് ഒരു റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷന് പലപ്പോഴും അപ്രോച്ച് ചെയ്യാറുള്ളത്, വിച്ച് ഐ തിങ്ക് ഇസ് നോട്ട് ഗുഡ് അറ്റ് ഓൾ. കാരണം ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് കോൾസ് വരാറുള്ളതും ലീഗൽ ഫീസ് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ള ക്ലയന്റ് കോൾസ് ആണ്. ഇതിന് വേറൊരു വശം കൂടി ഞാൻ പറയാം. ഒരു തമാശയായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് വില്ല് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ക്ലയന്റ് എന്റെ ഓഫീസിൽ വന്നു. അപ്പോൾ വില്ല് എഴുതാൻ വേണ്ടി വന്നു കഴിഞ്ഞ ശേഷം, വില്ല് എന്ന് പറയുന്നത് നമ്മളൊരാളുടെ കാലശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഡോക്യുമെന്റ് ആണ്. അപ്പം അവരുടെ ഇപ്പോഴത്തെ പ്രോപ്പർട്ടി അവരുടെ ആർക്കൊക്കെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വില്ല് ഡോക്യുമെന്റിനകത്ത് അവർ പ്രിപ്പയർ ചെയ്തു. അപ്പൊ ഒരു പോകുന്നതിന് കുറച്ച് മുന്നേ എന്റെ അടുത്ത് ചോദിച്ചു, ഒരു റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷന് സെൽ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താണ് ചാർജ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരിപ്പം ഇത് വില്ല് എഴുതിയിരിക്കുന്നത് ഇവര് കാലശേഷം ഈ പ്രോപ്പർട്ടി മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് പറ്റും. അപ്പൊ ഇവരെന്താ പെട്ടെന്ന് സെല്ലിങ്ങിനെ പറ്റിയിട്ട് തിങ്ക് ചെയ്യുന്നത്. അപ്പോ ഞാൻ അവരോട് ചോദിച്ചു, ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, ആർ യു പ്ലാനിങ് ടു സെൽ ദ പ്രോപ്പർട്ടി? അപ്പൊ ഇപ്പോഴല്ല, അവരുടെ കാലശേഷം അവര് മരിച്ചു കഴിഞ്ഞ ശേഷം ഈ പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ അവർക്ക് ആ ഫയൽ എനിക്ക് തരണം. അപ്പൊ എന്റെ ലീഗൽ ഫീസ് എത്രയാണെന്നുള്ളത് അവർക്ക് ഇപ്പോഴേ തന്നെ അതിനകത്ത് എഴുതി വെക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ആളുകൾക്ക് അത്രയ്ക്കൊക്കെ ആൾക്കാർ ചിന്തിക്കുക അതാണ് ഒരു ലീഗൽ ഫീസിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിപ്പോ തന്നെ ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കണം. എന്നിട്ട് തന്നെ എങ്ങാനും ഞാൻ അതിൽ കൂടുതൽ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ, പിന്നെ എനിക്ക് വാങ്ങാൻ പറ്റത്തില്ലായിരിക്കും. ഞാൻ അന്നേരം ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ആ സമയം എപ്പോഴാന്ന് അറിയില്ലല്ലോ. ഇന്നത്തെ സെയിലിന്റെ ഒരു ലീഗൽ ഫീസ് എന്ന് പറയുന്നത് ഇതാണ് amount. At that particular point of time, I do not know what my legal fees will be. So, it's not something that I can commit to now. ഒരാളയാളുടെ കാലശേഷം അയാളുടെ സാധനങ്ങളൊക്കെ വിട്ടെറിഞ്ഞ് അയാളുടെ ലോകത്തുനിന്ന് പോയി, ബട്ട് still concerned about the money that whoever will be paying at the time for the legal fees. അങ്ങനെ അപ്പൊ അതുകൊണ്ട് കമ്മിങ് ടു ദാറ്റ് പോയിന്റ്, അപ്പൊ അങ്ങനെയുള്ളവരും ഉണ്ട്. അതേ സമയത്ത് എന്താ പറയാ, ഓൺ എ ഡെയിലി ബേസിസ് വി ഹിയർ ദ സെയിം ക്വസ്റ്റ്യൻസ്. അപ്പൊ അതുകൊണ്ട് ഒരു ട്രാൻസാക്ഷനിൽ നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല ഇത്രയാണ് ലീഗൽ ഫീസ് ആവുള്ളൂ എന്നുള്ളത്. പക്ഷെ ഒരു ബയറിനെ സംബന്ധിച്ച് ഒരു ട്രാൻസാക്ഷൻ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പം സാധാരണ ഇതിൽ ലീഗൽ ഫീസ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ്സ് പറയുന്നത് ഏകദേശം ഒരു 1800-ish ആ ഒരു റേഞ്ചിലായിരിക്കും വരിക. പിന്നെ അഗൈൻ ഡിപെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് ദ ട്രാൻസാക്ഷൻ. അപ്പൊ നമുക്ക് lawyers ആയതുകൊണ്ട് തന്നെ ഇപ്പം എന്നോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ if I am saying this is the range that legal fees will be for a transaction, വേറൊരു ലോയറിനോട് പറയുമ്പോൾ അയാൾ പറയായിരിക്കും $500 ഉള്ളൂ. പക്ഷെ ഈ $500 എന്ന് പറയുന്ന ഒരാള് ഒരു പക്ഷെ he has ways to put in additional charges. അപ്പൊ അതൊരു $3000 ചിലപ്പോ അത് വരും. ഒരിക്കലും വീട് വാങ്ങിച്ചിട്ടില്ലാത്ത ഒരു ബയറിനെ സംബന്ധിച്ച് ഇതൊരു ഡിസീവിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് rather than going purely with just the legal fees only, ടോട്ടൽ ക്ലോസിംഗ് കോസ്റ്റ് എത്രയാവും എന്നുള്ളത് ചോദിക്കുന്നതാണ് എപ്പോഴും സേഫ്. അത് പറഞ്ഞതുപോലെ 1.5 to 2% പ്ലാൻ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ആരും ഈ പറഞ്ഞതുപോലെ ലാസ്റ്റ് പെനിയും എടുത്ത് ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങരുത്. കാരണം നമ്മളിപ്പോ ഇങ്ങനെ ഒരു രാജ്യത്ത് താമസിക്കുമ്പം നമുക്ക് വെതർ ചേഞ്ചസ് ആർ ഹാപ്പനിങ് എവറി നൗ ആൻഡ് ദെൻ. പിന്നെ ഇതുപോലെ എക്സ്ട്രീം വെതർ സിറ്റുവേഷനിൽ താമസിക്കും. നമ്മളിപ്പം വീട്ടിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരാഴ്ച കഴിയുമ്പോഴായിരിക്കും നമ്മുടെ ഫർണസ് വർക്ക് ചെയ്യാതാവും പോകും. നമുക്ക് ഒരിക്കലും പോയിട്ട് പ്രീവിയസ് സെല്ലറുടെ അടുത്ത് പറയാൻ പറ്റില്ല, അത് എന്നെ ഫർണസ് വർക്ക് ചെയ്യുന്നില്ല, ഞാൻ ഇപ്പൊ വീട് വാങ്ങിച്ചതേ ഉള്ളൂ, എനിക്കിത് റിപ്പയർ ചെയ്ത് തരണം എന്നുള്ളത്. അപ്പൊ ക്ലോസിംഗ് ഡേ കഴിഞ്ഞ ശേഷം ഇറ്റ് ഈസ് യുവർ ഹൗസ്. അപ്പൊ അങ്ങനെയുള്ള ഞാൻ യൂഷ്വലി പറയാറുള്ളത് മിനിമം ഒരു 2 months മോർഗേജ് പേയ്മെന്റ്സ് നമ്മൾ ഹോൾഡ് ചെയ്തിടണം. കാരണം ചിലപ്പോൾ മേ ബി വാട്ട് ഇഫ് ക്ലോസിംഗ് ഡേറ്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് മന്തിന്റെ മോർഗേജ് പേയ്മെന്റ് വെരി ക്ലോസ് ആണെങ്കിൽ നമുക്ക് ആ ടൈമിലേക്ക് എന്തെങ്കിലും വേണമല്ലോ. മോർഗേജിന്റെ അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻസിന് വേണ്ടി നമ്മൾ കുറച്ച് എമൗണ്ട് അതിലേക്ക് കരുതി വെക്കണം. അതുപോലെയുള്ള മെയിന്റനൻസ് ഓഫ് ദി ഹൗസ്. കാരണം നമ്മൾ ഒരു റെന്റൽ പ്രോപ്പർട്ടിയിൽ താമസിക്കുമ്പോൾ ജസ്റ്റ് ലാൻഡ് ലോർഡിനെ വിളിച്ച് പറഞ്ഞാൽ മതിയായിരിക്കും. പക്ഷെ വെൻ യു ബിക്കം ദ ഹൗസ് ഓണർ യു ഹാവ് ടു ബി റെസ്പോൺസിബിൾ ഫോർ എവറിത്തിങ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എപ്പോഴും ഒരു $10,000 മാറ്റി വെച്ച് കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ഒരു വീട് വാങ്ങിക്കാൻ നമ്മൾ ഒരു പ്രിപ്പയർഡ് ആവുന്ന സ്റ്റേജിൽ നമ്മൾ മുന്നോട്ട് വരാൻ പാടുള്ളൂ. അപ്പൊ അതല്ലാതെ ഈ പറഞ്ഞതുപോലെ $100 $50 കമ്പയർ ചെയ്ത് നമ്മളൊരു വീട് വാങ്ങിക്കാൻ വേണ്ടി ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഫർണിച്ചർ റീപ്ലേസ് ചെയ്യേണ്ടി വന്നാൽ നമ്മൾ ചെയ്യാനുള്ള ഒരു
ഫിനാൻഷ്യൽ ബാക്കപ്പ് നമ്മൾ സെറ്റ് ചെയ്ത് ബാക്കി മാറ്റിയിട്ടിട്ട് ഉള്ള കോസ്റ്റുകളാണ് നമ്മൾ ശരിക്കും ഡൗൺ പേയ്മെന്റ് അല്ലെങ്കിൽ പർച്ചേസിങ് ആ ഒരു രീതിയിലേക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഫിനാൻഷ്യലി അത്രയും സ്റ്റേബിൾ ആണെങ്കിൽ മാത്രം ഒരു റിയൽ എസ്റ്റേറ്റ് പർച്ചേസിലേക്ക് പോവുക. പിന്നെ പറഞ്ഞതുപോലെ കോസ്റ്റ് ഇസ് ഇമ്പോർട്ടന്റ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ക്വാളിറ്റി ഓഫ് സർവീസ് ഇസ് ഓൾസോ ഇമ്പോർട്ടന്റ്. ഇപ്പൊ നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആണെങ്കിൽ കൂടി നിങ്ങൾക്കും കൂടി ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമല്ലോ. പീപ്പിൾ വിൽ ആസ്ക് യു ഫോർ ക്യാഷ് ബാക്ക്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് നിങ്ങളുടെ കമ്മീഷൻ എത്രയാണെന്നുള്ളത്. അപ്പം നിങ്ങളൊരു ക്യാഷ് ബാക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു കമ്മീഷൻ വാങ്ങിക്കുകയോ ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷനിൽ നമ്മൾ കൊടുക്കുന്ന ഒരു അറ്റൻഷനും കെയറും വിൽ ഡെഫിനറ്റ്ലി ഡിഫർ ഫ്രം സമൺ ഹു ഇസ് പേയിങ് യു ദ എൻറ്റയർ കമ്മീഷൻ, റൈറ്റ്? അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് ഒന്നുമില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇതുപോലെയുള്ള ലീഗൽ കോസ്റ്റ് വരുന്ന സമയത്തും. ഇപ്പൊ നമ്മളോട് $500 ചാർജ് ഉള്ളൂ എന്ന് പറയുന്ന ഒരു ലോയർ അല്ലെങ്കിൽ ഒരു ലോ ഫോമിനെ സംബന്ധിച്ച് പിന്നീട് ഇപ്പം ഒരു ക്ലയന്റ് ഒരു അത്യാവശ്യമായിട്ട് വിളിക്കുന്ന സമയത്ത് ദേ ഹാവ് നോ ഒബ്ലിഗേഷൻ ടു പിക്ക് അപ്പ് ദ ഫോൺ. അല്ലെങ്കിൽ ക്ലയന്റിന് ഇപ്പോൾ ലാസ്റ്റ് ഡേയിൽ ഉണ്ടാവുന്ന മറ്റുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ അഡ്രസ് ചെയ്യാന്നുള്ളത് അവരെ സംബന്ധിച്ച് ഒരു പ്രയോറിറ്റി ആയിരിക്കില്ല. ബിക്കോസ് ദേ തിങ്ക് ഒരു നോർമൽ ട്രാൻസാക്ഷൻ ഇത്രയാവുള്ളൂ, അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ then that's not their responsibility, or the client will have to pay more. അപ്പോ അതേ സമയത്ത് when we say that our legal fees is so much, we cover everything in that. ഇപ്പം ക്ലൈന്റിന് ഒരു ലാസ്റ്റ് ഡേയിലായിരിക്കും അവരുടെ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു റിപ്പയർ വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അത് ചെയ്യാത്തതായിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഇതിലേക്ക് നമ്മളിപ്പോൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ we used to send multiple emails. At the end of the day, if the client gets something out of it, we are happy for that, because അല്ലെങ്കിൽ അത് അവരുടെ കയ്യിൽ നിന്ന് അവരെടുത്ത് ചെലവാക്കേണ്ടതായിട്ടുള്ള എമൗണ്ട് ആണല്ലോ. അപ്പോ അങ്ങനെയുള്ള സപ്പോർട്ട് എത്രത്തോളം, സർവീസ് ക്വാളിറ്റി എത്രത്തോളം നമുക്ക് കിട്ടുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. യു കാൻ പുട്ട് നമ്പേഴ്സ് ബിഹൈൻഡ് ദാറ്റ്. അപ്പൊ അത് മുന്നേ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകളോട് ചോദിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള മെക്കാനിസംസ് ഉണ്ട്, ഗൂഗിൾ റിവ്യൂസ് ആൻഡ് അതർ തിങ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ സർവീസ് ക്വാളിറ്റി ദാറ്റ് എ പേഴ്സൺ ഇസ് ഓഫറിംഗ്. അപ്പൊ ഏറ്റവും വലിയ നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുക എന്ന് പറയുന്നത്. അപ്പം അത് ഏറ്റവും ബെസ്റ്റ് ഹാൻഡ്സിൽ തന്നെ ആയിരിക്കണം എന്നുള്ളത് നമ്മുടെയും കൂടി ഒരു ആവശ്യമാണെന്ന് വിചാരിക്കണം. ഒരു കാര്യം, ഇപ്പൊ ഫസ്റ്റ് ടൈം ഹോം ബയേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ലാൻഡ് ട്രാൻസ്ഫർ ടാക്സ് റിബേറ്റ് കിട്ടുന്നുണ്ട്, അതിനെ പറ്റി ഒന്ന് സംസാരിക്കാം. ഡെഫിനറ്റ്ലി. ഈ ഫസ്റ്റ് ടൈം ഹോം ബയർ എന്ന് പറഞ്ഞില്ലേ, ആളുകൾക്ക് പൊതുവേ ഉള്ള ഒരു മിസ്കൺസെപ്ഷൻ ആണ് ഫസ്റ്റ് ടൈം ഹോം ബയർ ബെനിഫിറ്റ് എന്നുള്ള രീതിയിൽ എന്തൊക്കെയായിരിക്കും നമുക്ക് കിട്ടുക എന്നുള്ളത്. നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡിൽ പോലും അതിനകത്ത് ഒരു ലീഗൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഇപ്പൊ ഈ ഫസ്റ്റ് ടൈം ഹോം ബയർ എന്ന് പറയുമ്പോൾ പൊതുവെ ആളുകളുടെ ഒരു ധാരണ എന്ന് പറയുന്നത് കാനഡയിൽ ഞാൻ ആദ്യമായിട്ടാണ് വീട് വാങ്ങിക്കുന്നത്, സോ ഐ എം എ ഫസ്റ്റ് ടൈം ഹോം ബയർ എന്നാണ്. ഇപ്പൊ പറഞ്ഞ ഈ ലാൻഡ് ട്രാൻസ്ഫർ ടാക്സ് പർപ്പസിന് കാനഡയിലെന്നല്ല ലോകത്തിൽ എവിടെയും നമ്മൾ ഇതിനു മുന്നേ ഒരു വീട് ഓൺ ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ റിബേറ്റ് നമുക്ക് കിട്ടുള്ളൂ. ഈ റിബേറ്റിന്റെ മാക്സിമം അലൗവബിൾ റിബേറ്റ് എന്ന് പറയുന്നത് $4,000 ആണ്. ഓക്കെ, അപ്പോൾ $4,000 ഇപ്പം ഒരു $8,000 ആയിരുന്നു ടോട്ടലി പേ ചെയ്യേണ്ട ലാൻഡ് ട്രാൻസ്ഫർ ടാക്സ് എങ്കിൽ 4,000 കുറച്ചിട്ട് 4,000 മാത്രമാണ് ക്ലോസിംഗ് സമയത്ത് പേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. പലപ്പോഴും നമ്മൾ ക്ലയന്റിനോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയും ഞാൻ ഫസ്റ്റ് ടൈം ഹോം ബയർ ആണ്. അപ്പൊ നമ്മൾ ചോദിക്കും നിങ്ങൾ ലോകത്തിൽ എവിടെയും ഇതിനു മുന്നേ വീട് ഓൺ ചെയ്തിട്ടില്ലേ? നാട്ടിൽ എനിക്ക് വീടുണ്ട്. അപ്പൊ ഒരു ഫസ്റ്റ് ടൈം ഹോം ബയർ ആണ്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മോർഗേജ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ടൈം ഹോം ബയർ എന്നുള്ള ഡെഫിനിഷനും ഈ ലാൻഡ് ട്രാൻസ്ഫർ ടാക്സിന്റെ ഫസ്റ്റ് ടൈം ഹോം ബയർ എന്നുള്ള ഡെഫിനിഷനും രണ്ടാണ്. ഓക്കെ, അപ്പൊ മോർഗേജ് പർപ്പസിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 4-5 വർഷം മുന്നേ നിങ്ങൾ വീട് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വിറ്റു, ഇപ്പം ഒരു 4-5 വർഷമായിട്ട് നിങ്ങൾ വീട് ഓൺ ചെയ്യുന്നില്ലെങ്കിൽ യു ക്യാൻ ബി കൺസിഡർഡ് ആസ് എ ഫസ്റ്റ് ടൈം ഹോം ബയർ. ഓക്കെ, ദാറ്റ് ഇസ് ഫോർ ദ മോർഗേജ് പർപ്പസസ്. പക്ഷെ ലാൻഡ് ട്രാൻസ്ഫർ ടാക്സിനുള്ള ഈ ഒരു ഡെഫിനേഷൻ ഇസ് ലിറ്റിൽ ഡിഫറെന്റ്. അപ്പൊ നമ്മൾ ഈ ആ ഒരു ആളുകൾക്കുള്ള ഒരു ചെറിയൊരു എന്താ ഒരു തെറ്റിദ്ധാരണയാണത്. നമുക്കിപ്പം ഒരു വേർഡ് കേൾക്കുമ്പോൾ ഫസ്റ്റ് ടൈം ഹോം ബയർ. അപ്പം അത് പക്ഷെ ഇവിടുത്തെ ഓരോ റെഗുലേഷൻസ് അനുസരിച്ച് അതിന്റെ ഡെഫിനേഷനും മാറിക്കൊണ്ടേയിരിക്കും. അതുപോലെ മാരിഡ് എന്നുള്ളത്, അപ്പം സ്പൗസ് എന്നുള്ള ഡെഫിനിഷൻ, ഇതൊക്കെ ഓരോ റെഗുലേഷൻസിനകത്തും അല്ലെങ്കിൽ ഓരോ ലെജിസ്ലേഷനിനകത്തും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡിഫറെന്റ്ലി ആണ്. അപ്പം സ്പൗസ് ക്യാൻ ഇൻക്ലൂഡ് കോമൺ ലോ സ്പൗസ് ഓൾസോ ഫോർ സം റെഗുലേഷൻസ്. മറ്റേത് ലീഗലി മാരിഡ് ആയിട്ടുള്ള സ്പൗസസ് മാത്രമാണ് സ്പൗസ് ആയിട്ട് കണക്കാക്കുക. അപ്പം ഈ ഡെഫിനിഷൻസ് ഒക്കെ നമ്മൾ അസ്യൂം ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലീഗൽ സ്റ്റെപ്പ് എടുക്കുകയോ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എപ്പോഴും സംശയം ഉണ്ടെങ്കിൽ ലീഗൽ ഹെൽപ്പ് എടുക്കാൻ മടിക്കരുത്. ഒന്നുകൂടെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം $4,000 മാക്സിമം നമുക്ക് ലാൻഡ് ട്രാൻസ്ഫർ ടാക്സ് റിബേറ്റ് കിട്ടും എന്ന് വിചാരിക്കാം. അപ്പം റഫ്ലി ഈ 4,000 എന്ന് പറയുന്നത് ഏകദേശം എത്ര പർച്ചേസ് പ്രൈസ് വരെ ആയിരിക്കും കവർ ചെയ്യുക? എത്രയാണെങ്കിലും അല്ല, ഐ മീൻ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം ലെറ്റ്സ് സേ അഗൈൻ ബാക്ക് ടു 800,000 എക്സാമ്പിൾ. 800,000 ഒരു പ്രോപ്പർട്ടി നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ലാൻഡ് ട്രാൻസ്ഫർ ടാക്സ് യൂഷ്വലി ഒരു ആവറേജ് റേഞ്ച് എത്ര വരുമായിരിക്കും?
800,000 ആണെങ്കിൽ ഐ തിങ്ക് റഫ്ലി അറൌണ്ട് 8,000. ഓക്കെ, അതൊരു $100,000 ആണ് ലാൻഡ് ട്രാൻസ്ഫർ ടാക്സ് വരിക. അപ്പൊ എനിക്ക് തോന്നുന്നു മേ ബി ഒരു 400,000 ബിലോ ആണെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന ലാൻഡ് ട്രാൻസ്ഫർ മാക്സിമം ഇപ്പം ചില പ്രോപ്പർട്ടി ആണ്, ഇപ്പൊ ഒരു 300,000 പ്രോപ്പർട്ടി ആണെങ്കിൽ ലാൻഡ് ട്രാൻസ്ഫർ ടാക്സ് ചിലപ്പോൾ മാക്സിമം ഒരു $3,000 അങ്ങനെ വരുള്ളൂ. അപ്പൊ അയാളെ സംബന്ധിച്ച് അയാൾക്ക് കിട്ടേണ്ടിയിരുന്ന ആ $4,000 പകരം അയാൾക്ക് കിട്ടിയിരിക്കുന്നത് 3,000 മാത്രമേ ഉള്ളൂ. അപ്പൊ അയാളൊരു വലിയ പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലാണ് ആ ഒരു ഫുൾ റിബേറ്റും കിട്ടുക. മാക്സിമം 4,000 കിട്ടുള്ളൂ. പിന്നെ ചോദിച്ചത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഇതിപ്പം കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ഇപ്പൊ ഒരു 700,000 ആണ് ഇപ്പൊ ഒരു ആവറേജ് ഡിറ്റാച്ച്ഡ് ഒക്കെ പോകുന്നത്. അപ്പം 700,000 പ്രോപ്പർട്ടിയിൽ ഈ പറയുന്ന ലാൻഡ് ട്രാൻസ്ഫർ ടാക്സിന്റെ റിബേറ്റ് 4,000 വരെ കിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ അവരൊരു 3,000 ഈ പറയുന്ന രജിസ്ട്രേഷന്റെ ടൈമിൽ ലാൻഡ് ട്രാൻസ്ഫർ അവരുടെ ബ്രേക്ക് ഡൗൺ, ഇപ്പൊ ഈ പറയുന്ന ലോയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ബ്രേക്ക് ഡൗണിൽ സ്റ്റിൽ അവർ പേ ചെയ്തിട്ടുണ്ടാവും ഈ പറയുന്ന ലാൻഡ് ട്രാൻസ്ഫർ ടാക്സ്. അപ്പൊ എന്തുകൊണ്ട് ഫസ്റ്റ് ടൈം ഹോം ബയർ ബെനിഫിറ്റ് കിട്ടിയില്ല എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ആൻസറബിൾ ആണ്. ഐ മീൻസ് ആൻസർഡ് ചെയ്തിട്ടുണ്ട്. ഇനീഷ്യലി പറയുന്ന 4,000 കവേർഡ് ആണ്. ബട്ട് ബാക്കിയുള്ള 3,000 സ്റ്റിൽ കൊടുക്കേണ്ട ഒരു സപ്പോർട്ടാണ്. ലൈക്ക് ഒരു ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ടാണ്. ആദ്യമായിട്ട് വീട് വാങ്ങിക്കുന്ന ആളെ ഒരുപാട് ടാക്സ് ചെയ്ത് ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓഫർ ചെയ്യുന്ന ഒരു സപ്പോർട്ടാണ് ഈ പറഞ്ഞ $4,000 നമ്മൾ നിങ്ങൾക്ക് വേവ് ചെയ്ത് തരാം, ബാക്കിയുള്ളത് നിങ്ങൾ പേ ചെയ്താൽ മതി എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ആദ്യമായിട്ട് വീട് വാങ്ങിക്കുന്നവർ കൊടുക്കുന്നത്. അതിന് മുന്നേ വീട് വാങ്ങിച്ച ഒരാളെ സംബന്ധിച്ച് ഗവൺമെന്റ് ആ ഒരു സപ്പോർട്ട് ഓഫർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് എക്സ്ക്ലൂസീവ്ലി അത് അതിലേക്ക് കൊടുക്കുന്നത്. പിന്നെ ഇതും പ്രൊപ്പോർഷനേറ്റ്ലി ആണ്. ഇപ്പം 2 പേര് വീട് വാങ്ങിക്കുകയാണ്, അതിൽ ഹസ്ബൻഡും വൈഫും അല്ലാതെ 2 പാർട്ടീസ് വീട് വാങ്ങിക്കുന്ന സമയത്ത് അതിൽ ഒരാള് ഫസ്റ്റ് ടൈം ഹോം ബയറും മറ്റേ ആൾ അല്ലാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് അവിടെ $4,000 റിബേറ്റ് ആപ്ലിക്കബിൾ ആയിരിക്കില്ല. $2,000 മാത്രമേ റിബേറ്റ് കിട്ടുള്ളൂ. ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ ഹസ്ബൻഡ് ഓൾറെഡി ഒരു ഹോം ഓണർ ആണെങ്കിൽ വൈഫ് ഇപ്പൊ പുതിയൊരു വീട് അവർ വാങ്ങിക്കുകയാണ്. വൈഫ് ഇതിനു മുന്നേ ഒരു വീട് ഓൺ ചെയ്തിട്ടില്ല, പക്ഷെ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് താമസിക്കുന്നതെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഹസ്ബൻഡിനും വൈഫിനും റിബേറ്റ് കിട്ടില്ല ഒരു പുതിയ വാങ്ങിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ലോസ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് വേണം നമുക്ക് ആ ഒരു സമയത്തേക്കുള്ള ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൊള്ളാം, ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ആഗ്നസ് ഷെയർ ചെയ്തത്. താങ്ക്സ് ഫോർ ദാറ്റ്. നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇപ്പൊ സെബിൻ ചോദിച്ച ഈ ചോദ്യങ്ങൾ പലപ്പോഴും പലരായിട്ട് നമ്മളോട് ഫോണിലൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ പലർക്കും അത് ചോദിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അവർക്ക് അതിന് അപ്രോച്ച് ചെയ്യാനുള്ള മടിയുണ്ടോ അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടോ അവര് മടിച്ചു നിൽക്കുന്നതാവും. അപ്പം എന്നെ സംബന്ധിച്ച് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി ദാറ്റ് ഐ ഹാഡ് ടു ഡിസ്കസ് ദിസ് വിത്ത് യു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കിയുള്ളവർക്കും നല്ല തീരുമാനങ്ങൾ എടുത്ത് ഒരു ട്രാൻസാക്ഷനെ അപ്രോച്ച് ചെയ്യാൻ ഈ ഒരു കോൺവെർസേഷൻ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഷുവർ ആയിട്ടും. അപ്പം അടുത്ത സെഷൻസിൽ മോർ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.